ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ എടുത്തിട്ടുണ്ടായെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം അല്ലേ. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഇപ്പോൾ എന്തൊരു ബിസിനസ് ആയാലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, അപ്പോൾ ഏതൊക്കെ ചില സ്പെഷ്യൽ കേസിൽ മാത്രം ചില സ്പെഷ്യൽ കേസസിൽ പറയുന്നുണ്ട് അതിൽ നമുക്ക് ഇപ്പോൾ കൺസിഡറേഷൻ ആവശ്യമില്ല. കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുകയും പക്ഷേ അതിൽ നിന്ന് നമുക്ക് കൺസിഡറേഷൻ കിട്ടുകയും ചെയ്യുന്നില്ല. അതാണ് കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതിന് ചില പ്രത്യേക കേസുകളുണ്ട്. ആ കേസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലെടുക്കുന്നത് ഈ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക, ലവ് ആൻഡ് അഫെക്ഷൻ. ഫസ്റ്റ് പറയുന്നത് കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷനിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ എന്താ വെച്ചെങ്കിൽ പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഞാൻ അതിനെപ്പറ്റി ജനറലായിട്ട് അതിനെപ്പറ്റി ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് പ്രോമിസ് മെയ്ഡ്. എങ്ങനെയാണ് നമ്മൾ പ്രോമിസ് ഉണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ അതിലൂടെ നമ്മളൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. അവിടെ നമുക്ക് കൺസിഡറേഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. എന്തെങ്കിലും വോളണ്ടറി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതിന് പറയുന്ന അപ്പോൾ വോളണ്ടറി സർവീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അയാൾ നമ്മുടെ ഒരു കാശ് ഉണ്ടായിരിക്കാം പേഴ്സിൽ, ആ കാശ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഭയങ്കര അധികം വിഷമാവും അല്ലേ. ആ സമയത്ത് വേറൊരാൾ അത് കണ്ടറിഞ്ഞ് ആ പേഴ്സ് കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി, വളരെയധികം സന്തോഷമായി. ആ സമയത്ത് അത് ചെയ്തു തന്നതിന് നമ്മൾ അയാൾക്കൊരു റിവാർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. വോളണ്ടറി സർവീസ് പറഞ്ഞാൽ നിയമപ്രകാരം ഒരു സർവീസ് ഇപ്പോൾ ഒരു സർവീസ് അയാൾ ചെയ്തു തന്നു അല്ലേ. ആ സർവീസ് ചെയ്തു തരുന്നതിന് അയാൾക്ക് എന്തെങ്കിലും നമ്മൾ പ്രത്യുപകാരം എന്നുള്ള തരത്തിൽ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ തരത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്. പിന്നെ അഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. ബാർഡ് ഡെപ്റ്റ് പറഞ്ഞാൽ മോണിറ്ററി ഒബ്ലിഗേഷൻ ടുവേർഡ്സ് എ ക്രെഡിറ്റർ. നമ്മളൊരു ക്രെഡിറ്റർക്ക് മോണിറ്ററി ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. മോണിറ്ററി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ കൊടുക്കാൻ. ഇപ്പം നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് 3000 രൂപയ്ക്ക് ഒരു സാധനം കടമായിട്ട് വാങ്ങിച്ചു. ആ 3000 രൂപയ്ക്ക് സാധനം കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ക്രെഡിറ്റർക്ക് നമ്മൾ ആ 3000 രൂപ കൊടുക്കണം. ആ 3000 രൂപ കൊടുക്കുന്നത് നമ്മൾ പാർട്ടായിട്ട് കൊടുക്കുക. ആദ്യം ഒരു 1000 രൂപ കൊടുക്കുന്നു, പിന്നെ ഒരു 1000 രൂപ, അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ബാർഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഒബ്ലിഗേഷൻ ടുവേർഡ്സ് എ ക്രെഡിറ്റർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയാണ് പറയുന്നത്. നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയാണ് അതിന് വിത്തൗട്ട് കൺസിഡറേഷൻ പറയുന്നത്. പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റുകൾ കൊടുക്കുക. പിന്നെ പറയുന്നത് റെമിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഡെപ്റ്റ് ക്യാൻസലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെമിഷൻ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ചുരുക്കി പറയുകയാണ് ചെയ്തത്. കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. ഒരു ജനറലായിട്ട് എന്താണെന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു, ഏതൊക്കെ കോൺട്രാക്റ്റുകൾക്കാണ് കൺസിഡറേഷൻ ഇല്ലാത്തത്, പ്രതിഫലം നമുക്ക് കൊടുക്കാത്ത കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണ്, കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. ശ്രദ്ധിക്കാം. ജനറൽ റൂൾ ഈസ് ദാറ്റ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. അപ്പം നമുക്ക് ജനറൽ റൂളായിട്ട് പറയാം, നോ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നോ കോൺട്രാക്റ്റ് അല്ലേ. ഒരു കൺസിഡറേഷൻ ഇല്ല വെച്ചെങ്കിൽ എന്തില്ല, പ്രതിഫലം ഒന്നിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, പ്രോഫിറ്റ് മേക്കിംഗ് അല്ലേ. ആ പ്രോഫിറ്റ് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദർ ഈസ് നോ കോൺട്രാക്റ്റ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ദ ജനറൽ റൂൾ
റൂൾ ഈസ് ദാറ്റ് ജനറൽ റൂളായിട്ട് നമുക്ക് പറയാനുള്ളത് നോ കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നോ കോൺട്രാക്ട് എന്നാണ്. അപ്പോൾ കൺസിഡറേഷൻ ഇസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡറേഷനെ പറയാം. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്. ഒരു പ്രോമിസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ നൾ എന്നും അല്ലെങ്കിൽ അതിനെ വോയിഡ് എന്നും പറയാം. ഇറ്റ് ഈസ് കോൾഡ് നേക്കഡ് പ്രോമിസ് എന്ന് നമ്മൾ അതിനെ പറയുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് സബ്ജക്ട് ടു സർട്ടൺ എക്സംഷൻസ്. ചില എക്സംഷൻസ് ആണ് അതിലുള്ളത്. ആ എക്സംഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പം എന്താ പാരഗ്രാഫിൽ നമ്മൾ ചുരുക്കി പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ എന്ത് The general rule is that no consideration ഇല്ലെങ്കിൽ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഈസ് എൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നതാണ് കൺസിഡറേഷൻ. പിന്നെ എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ, നമ്മളൊരു പ്രോമിസ് ഉണ്ടാക്കിയിട്ട് അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് നൾ അല്ലെങ്കിൽ വോയിഡ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. പിന്നെ ഇതിൽ ഇറ്റ് ഈസ് കോൾഡ് നേക്കഡ് പ്രോമിസ് എന്ന് പറയുന്നു അല്ലേ. സെക്ഷൻ 25 പ്രകാരം പറയുന്നുണ്ട് അല്ലേ, ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ് സബ്ജക്ട് ടു സർട്ടൺ എക്സംഷൻസ്. ചില എക്സംഷൻസ് നമുക്കതിൽ പറയുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് എക്സംഷൻസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. ദി ഫോളോയിങ് ആർ ദി എക്സംഷൻ ടു ദ ജനറൽ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. താഴെ പറയുന്നവയാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്നുള്ളതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ്, പ്രോമിസ് എന്തിനനുസരിച്ചിട്ട് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ അല്ലേ. അപ്പോൾ അതിലൂടെയാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കൺസിഡറേഷൻ ഇല്ല എന്ന് പറയും. നമ്മൾ പരസ്പരം ഇഷ്ടത്തിലോടുകൂടി അഫെക്ഷനിലോടുകൂടി ഒരു പ്രത്യേക ആൾക്കാരോട് നമുക്കൊരു അഫെക്ഷൻ തോന്നുക അല്ലെങ്കിൽ ലവ്, അതിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേക കൺസിഡറേഷൻ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നോക്കിക്കോളൂ കേട്ടോ. സെക്ഷൻ 25 നമ്മൾ പറഞ്ഞു, സെക്ഷൻ 25 എക്സംഷൻസ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആസ് പെർ ദിസ് സെക്ഷൻ ദർ ആർ 4 എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വിച്ച് മസ്റ്റ് ബി കംപ്ലൈഡ് വിത്ത് ടു എൻഫോഴ്സ് ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലേ, കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് വേണം. അത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആസ് പെർ ദിസ് സെക്ഷൻ ദർ ആർ 4 essential requirements which must be complied with to enforce an agreement made without consideration. അതിൽ പറയുന്നതാണ് ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്. എങ്ങനെയായിരിക്കണം അത്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ്, നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ റൈറ്റിംഗ് എഴുതിയതായിരിക്കണം. പിന്നെ രജിസ്റ്റേർഡ് അണ്ടർ ദി ലോ ഫോർ ദി ടൈം ഓഫ് ബീയിങ് എൻഫോഴ്സ്, പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, രജിസ്റ്റേർഡ് ഫോർ ദി ലോ. പിന്നെ നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. പിന്നെ ബിറ്റ്വീൻ പാർട്ടീസ് സ്റ്റാൻഡിങ് ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, പരസ്പരം റിലേഷനിലുള്ളവരാവുക. ഇതൊക്കെയാണ് നമ്മളതിൽ വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട്, 4 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ടാണ് നമ്മളതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഒന്നാമത് എക്സംഷൻ? പ്രോമിസ്. നമ്മൾ പ്രോമിസ് ഉണ്ടാക്കുന്നു അല്ലേ. ആ പ്രോമിസ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ്, എങ്ങനെയാണ് നമ്മൾ പ്രോമിസ് ഉണ്ടാക്കുന്നത്? പ്രോമിസ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ പ്രോമിസ് ഉണ്ടാക്കുന്നത് നേച്ചുറൽ ലവിലൂടെ, നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ അതിൽ 4 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നമുക്ക് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്, എഴുതിയതായിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്? മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പിന്നെ പരസ്പരം റിലേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. ആ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ദർ ആർ സർട്ടൺ എക്സംഷൻസ്. അതിൽ ഫസ്റ്റ് എക്സംഷൻ ആണ് പ്രോമിസ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. ഒരു വോളണ്ടറി സർവീസ് ചെയ്തു തന്നതിന് നമുക്ക് നമ്മൾ മുന്നേ ഒരാൾക്ക് ഒരു സർവീസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ യാദൃശ്ചികമായിട്ട് നമുക്കൊരു സർവീസ് ചെയ്ത് തരികയും അതിനനുസരിച്ച് നമ്മൾ റിവാർഡ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ.
When a contract relates to a promise to compensate fully or in part a person who had already voluntarily done, voluntarily അല്ലേ, voluntarily പറഞ്ഞാൽ നിയമപ്രകാരം ഡൺ ചെയ്യുന്നു അല്ലേ, സംതിങ് ഫോർ ദി പ്രൊമിസർ ഓർ സംതിങ് വിച്ച് ദ പ്രൊമിസർ കുഡ് ബി ലീഗലി കമ്പൽ ടു ഡു. അപ്പോൾ പ്രൊമിസർക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി നിയമപ്രകാരം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. The act must have been done voluntarily and for the promiser. Voluntarily ആയിട്ടാണ്, നമ്മൾ നിയമപ്രകാരമാണ് പ്രൊമിസർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. Who must have been in existence at the time when the act was done. അതിനനുസരിച്ച് എന്താണോ വെച്ചെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ യാദൃശ്ചികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. The intention of the promiser must have been to compensate the promisee. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരാൾ നമ്മൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത്, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വലിയ ആപത്ഘട്ടങ്ങളിലൊക്കെ ചെന്നപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു സഹായം ചെയ്തു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ആ പ്രവൃത്തി അയാൾ ചെയ്തു തരുന്നതിന് നമ്മൾ അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതിനെയാണ് പറയുന്നത് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, എന്താ പറയുന്നത് വെച്ചെങ്കിൽ ബി ഫൈൻസ് എ പേഴ്സ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഹിം. ബി എന്ത് ചെയ്തു, എയുടെ പേഴ്സ് കണ്ടുപിടിച്ചു തിരിച്ചു കൊടുത്തു. എ promise to give B rupees 500. This will be a contract valid without any formal consideration. അല്ലേ, മുന്നേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മുന്നേ ഇത്ര രൂപ പ്രതിഫലം തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഫോർമൽ കൺസിഡറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കൊടുത്തപ്പോൾ, പേഴ്സ് കണ്ടുപിടിച്ച് തന്നപ്പോൾ നമ്മൾ എത്ര കൊടുത്തു, 500 അയാൾക്ക് പ്രതിഫലമായിട്ട് കൊടുത്തു. അപ്പോൾ ദിസ് ഇസ് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് രണ്ടാമത്തെ കേസ് അല്ലേ, രണ്ടാമത്തെ എക്സംഷൻ. ഇനി ശ്രദ്ധിക്കുക, മൂന്നാമത്തെ അഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. ബാർഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി ഒബ്ലിഗേഷൻ ടുവേർഡ്സ് എ ക്രെഡിറ്റർ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന മോണിറ്ററി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ ആ കാശ് നമ്മൾ കൊടുക്കുക, അതാണ് ചെയ്യുന്നത് ഇവിടെ. നോക്കൂ, എ പ്രോമിസ് ബൈ എ ഡെപ്റ്റർ ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ് ഈസ് എൻഫോഴ്സബിൾ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എഴുതുന്നു, ആൻഡ് ഈസ് സൈൻഡ് ബൈ ദ ഡെപ്റ്റർ ഓർ ബൈ ഹിസ് ഏജന്റ് ഓതറൈസ്ഡ് ടു ഓൺ ദാറ്റ് ബിഹാവ്. The promise may be to pay the full or any part of debt. An oral promise to pay a time is barred debt is unenforceable. അപ്പം നമ്മൾ എന്തതിൽ ചുരുക്കി പറയുകയെങ്കിൽ, നമ്മൾ ഒരാൾക്ക് പുറമേ ഒരാൾക്ക് നമ്മളൊരു 3000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അയാളാരാണ്, കാശ് മേടിക്കുന്ന ആൾ, നമ്മൾ കൊടുക്കാനുള്ള ആളാണ്. അപ്പം നമ്മൾ ക്രെഡിറ്റർ, അയാൾ കാശ് മേടിക്കൂല്ലേ, അപ്പോൾ അയാൾ ഡെപ്റ്റർ അല്ലേ. അപ്പം നമ്മൾ ഈ 3000 രൂപ അയാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം നമ്മളൊരു കുറച്ച് രൂപ, ഒരു 2000 രൂപ കൊടുത്ത് 1000 രൂപ പിന്നീട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുകയാണ് ചെയ്യുന്നത്, നമ്മളൊരു എഴുതിയിട്ട് വേണം കൊടുക്കാൻ. ഓറലി ആയിട്ടാണ് കാര്യങ്ങൾ. ഓറലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വാക്കാൽ പറയുകയാണെങ്കിൽ അത് അൺഎൻഫോഴ്സബിൾ ആയിരിക്കും. ആ കാര്യങ്ങൾ നമ്മൾ ലീഗലി ആവണമെങ്കിൽ അത് എഴുതിയിട്ട് 2000 രൂപ പേ ചെയ്തു, ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ലീഗലി ആയിട്ട് ഓറലി പറഞ്ഞാൽ, വാക്കാൽ പറഞ്ഞാൽ പോരാ, റിട്ടേൺ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, എഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്, എ പ്രോമിസ് ബൈ എ ഡെപ്റ്റർ ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ് ഈസ് എൻഫോഴ്സബിൾ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ്. എന്നിട്ട് എഴുതണം, എന്നിട്ട് എത്ര രൂപയാണ് അതിൽ ഡെപ്റ്റർ സൈൻ ചെയ്യണം, ഹിസ് ഏജന്റ് ഓതറൈസ്ഡ് ഓൺ ദാറ്റ് ബിഹാഫ്. ദി പ്രോമിസ് മേ ബി ടു പേ ദി ഫുൾ ഓർ എനി പാർട്ട് ഓഫ് ദി ഡെപ്റ്റ്. രണ്ടും കൊടുക്കാം, നമുക്ക് മുഴുവൻ എമൗണ്ടും കൊടുക്കാം അല്ലെങ്കിൽ പാർട്ടും കൊടുക്കാം. അപ്പോൾ ആൻ ഓറൽ പ്രോമിസ് ടു പേ എ ടൈം ബാർ ഡെപ്റ്റ് ഈസ് അൺഎൻഫോഴ്സബിൾ അല്ലേ. നമ്മൾ ഓറലായിട്ട് വാക്കാ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അത് അൺഎൻഫോഴ്സബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം കേട്ടോ. A owes B rupees 2000 but the debt is barred by the Limitation Act. A signs return promise to pay B rupees 1000 account of the debts. 2000 രൂപയാണുള്ളത്, കൊടുക്കാനുള്ളതാണ്, അത് 1000 രൂപയാണ് ഇപ്പം കൊടുത്തത്. This will be valid contract. ബാക്കി 1000 രൂപ പിന്നീട് കൊടുക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. This is a valid contract. ഇനി നെക്സ്റ്റ് വൺ, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. ഇതിനൊക്കെ എക്സംഷൻ ഉള്ളതാണ്, മറക്കരുത്. നമ്മുടെ തുടക്കം ഏതായിരുന്നു, എക്സംഷൻ ആയിരുന്നു കേട്ടോ.
നെക്സ്റ്റ് വൺ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ആണ് പറയുന്നത്. സെക്ഷൻ 185 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് നോ കൺസിഡറേഷൻ ഈസ് നെസറി ടു ക്രിയേറ്റ് എൻ ഏജൻസി. നമ്മളൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താവശ്യമില്ല, കൺസിഡറേഷൻ ഇത്ര രൂപ പ്രതിഫലം വേണം എന്നുള്ളത് ആവശ്യമില്ല. എൻ ഏജൻസി വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ഹാസ്, കൺസിഡറേഷൻ ഉണ്ടെങ്കിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനൊരേ എഫക്റ്റ് തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. അപ്പോൾ നോക്കാം, ആബ്സെൻസ് ഓഫ് കൺസിഡറേഷൻ ഷാൾ ഓൾസോ നോട്ട് അഫക്ട് ദി വാലിഡിറ്റി ആസ് ബിറ്റ്വീൻ ദി ഡോണർ ആൻഡ് ഡോണി ടു ഓഫ് എനി ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. നോക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇപ്പം നോക്കുക ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ വെൻ എ പേഴ്സൺ ട്രാൻസ്ഫർ സം പ്രോപ്പർട്ടി ടു അനദർ, ഒരാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഹി കനോട്ട് സബ്സീക്വൻ്റ്ലി ഡിമാൻഡ് ദ പ്രോപ്പർട്ടി ബാക്ക് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ദർ വാസ് നോ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും തിരിച്ചു മേടിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത്, ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വെൻ എ പേഴ്സൺ ട്രാൻസ്ഫർ സം പ്രോപ്പർട്ടി ടു അനദർ, ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ഹി കനോട്ട് സബ്സീക്വൻ്റ്ലി ഡിമാൻഡ് ദി പ്രോപ്പർട്ടി ബാക്ക്, ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ദർ വാസ് നോ കൺസിഡറേഷൻ, കൺസിഡറേഷൻ പ്രതിഫലം ഒന്നും കിട്ടിയില്ലെങ്കിലും അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെമിഷൻ. റെമിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഡെപ്റ്റിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. നോക്കാം, നോ കൺസിഡറേഷൻ ഈസ് നെസറി ഫോർ കോംപ്രമൈസിങ് ഡ്യൂ ഡെപ്റ്റ്, ദാറ്റ് ഈസ് എഗ്രീയിങ് ടു ആക്സെപ്റ്റ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ. അപ്പോൾ എന്താ പറയുന്നത്, നോ അപ്പം നമുക്ക് എന്താ പറയുക ഡ്യൂ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഡ്യൂ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിങ്, നമുക്ക് ആരെങ്കിലും ബാഡ് ഡെപ്റ്റ്, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ് കിട്ടാനുള്ള കാശ് അല്ലേ, ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കിട്ടാക്കടം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതിനൊന്നും ഒരു നോ കൺസിഡറേഷൻ ഈസ് നെസറി, പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ആവശ്യം, നോ കൺസിഡറേഷൻ ഈസ് നെസറി ഫോർ കോംപ്രമൈസിങ് ഡ്യൂ ഡെപ്റ്റ്, ദാറ്റ് ഈസ് അങ്ങനെ പറഞ്ഞാൽ അഗ്രീയിങ് ടു ആക്സെപ്റ്റ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 1000 രൂപയാണ് നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലേ, അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ തൽക്കാലം ഒരു 500 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മളതിനെ അഗ്രി ചെയ്യുക, അതാണ് പറയുന്നത് കേട്ടോ. റെമിഷൻ എന്നുള്ളത്, റെമിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാൻസലേഷൻ ഓഫ് ഡെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. അപ്പോൾ നോ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നോ കൺസിഡറേഷൻ, ഒരു പ്രതിഫലവും ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല. അങ്ങനെയാവുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു പ്രോമിസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് നള്ളുമായിരിക്കും, അത് വോയിഡുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ചില കേസിൽ മാത്രം അതിൽ എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്, പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് പ്രോമിസ് നമ്മളെങ്ങനെ മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്, വോളണ്ടറി സർവീസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അഗ്രീയിങ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ് പറഞ്ഞു. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, റെമിഷൻ. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ എക്സംഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഏത് ചാപ്റ്ററാണ് കഴിഞ്ഞപ്പോൾ, കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് വെച്ചെങ്കിൽ അത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറയുന്ന എക്സംഷൻ, പ്രധാനപ്പെട്ട കൺസിഡറേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് meant by consideration, important question ആണ്. പിന്നെ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ആൻഡ് ലീഗൽസ് റൂൾ ഫോർ വാലിഡ് കൺസിഡറേഷൻ, എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് എന്തൊക്കെയാണ് വാലിഡ് കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹു ഈസ് എ സ്ട്രെയിഞ്ചർ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഹു ഈസ് എ സ്ട്രെയിഞ്ചർ എന്നുള്ളത്. പിന്നെ നമുക്കുള്ളത് കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്ക്. ഇത്രയാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം, ഇപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അപ്പോൾ വീണ്ടും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ കഴിഞ്ഞത്,
4th ചാപ്റ്ററാണ് കഴിഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ 5th ചാപ്റ്ററിലോട്ട് പോവുകയാണ്. 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ 5th ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ ആ ചാപ്റ്ററിനെ ഒന്ന് ചുരുക്കി പറയാം. കപ്പാസിറ്റി എന്നിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ചുരുക്കി പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ സിമ്പിളുമാണ്. നേരെ മറിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻ കാണാവുന്ന ഒരു ചാപ്റ്ററാണ് ഇത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെയായിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടാത്തത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഏതൊക്കെ പാർട്ടീസിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ മൈനർ. മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഡു നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 18 years. 18 വയസ്സിലും താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മൈനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ മൈനേഴ്സുമായിട്ടാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് അല്ല, ഇറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്റ്റ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം മൈനേഴ്സ്, അപ്പം നമ്മൾ പറഞ്ഞു ദ പേഴ്സൺ who do not attain the age of 18 years അല്ലേ. 18 years ആവാത്തവരെയാണ് നമ്മൾ മൈനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ മൈനേഴ്സുമായിട്ടാണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ മൈനേഴ്സുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുവെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് കോൺട്രാക്റ്റ്, ഇറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മളൊരു മൈനറായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായെങ്കിൽ അതുകൊണ്ട് നമ്മളാണ് പെടുന്നത്. മൈനേഴ്സിന് എപ്പോഴും അനുകൂലമായിട്ടാണ് നിയമസാധുത കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മൈനേഴ്സുമായിട്ട് ശരിക്കും നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഒരു ആലോചിച്ചോളൂ, ഒരു 10,000 രൂപ നമ്മളൊരു മൈനർക്ക് കൊടുത്തു, എന്നിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് മൈനർക്ക് കൊടുത്തത് കേട്ടോ. 10,000 രൂപ കൊടുത്തു. 10,000 രൂപ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എത്രയായാലും കാശ് അയാൾ തിരിച്ചു തരുന്നില്ല. പക്ഷേ നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടല്ല വിധി വരിക. ആർക്ക് അനുകൂലമായിട്ടാണ്? മൈനർക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. അപ്പോൾ അതാണ് ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ആരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, മൈനേഴ്സുമായിട്ട്. മൈനർ ഈസ് എ പേഴ്സൺ ഹു ഡു നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 18. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയമം എല്ലാ തരത്തിലുള്ള അനുകൂലങ്ങളും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മൈനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. ഞാൻ ചുരുക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെ റൂൾസാണ് അവർക്ക് മൈനേഴ്സിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? പൊസിഷൻസ് ഓഫ് എഗ്രിമെൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അഗ്രിമെൻറ്റ്, നമ്മൾ മൈനേഴ്സുമായിട്ട് അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇത് ഏതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വെച്ചെങ്കിൽ അതിനെപ്പറ്റി നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ മൈനേഴ്സുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ മൈനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളതാണ് ആരാണ്? മൈനേഴ്സ് കഴിഞ്ഞാൽ അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് പറഞ്ഞാൽ മാനസികാവസ്ഥ തെറ്റിയവർ, പറഞ്ഞാൽ ഭ്രാന്ത്, അങ്ങനെ മാനസികാവസ്ഥ, പിന്നെ ഇത് ചെയ്യുക ഇന്നത് പ്രവർത്തിക്കുക എന്നറിയില്ല അല്ലേ. അപ്പോൾ അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാർ, അതാണ് അൺസൗണ്ട് മൈൻഡ് പറഞ്ഞാൽ മാനസികാവസ്ഥ തെറ്റിയ ആൾക്കാരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസൗണ്ട് മൈൻഡുമായിട്ട് നമ്മൾ ഇതിലെത്തുക വെച്ചെങ്കിൽ, കോൺട്രാക്റ്റിൽ എത്തുക വെച്ചെങ്കിൽ അത് നമുക്ക് വാലിഡ് അല്ല, അത് വോയിഡ് കോൺട്രാക്റ്റാണ്. അതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ അതിലും അൺസൗണ്ട് മൈൻഡിൻ്റെ ആൾക്കാരുമായിട്ടും പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡായിട്ടും നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ എത്താൻ വേണ്ടി സാധിക്കുക, ആരെയാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദ ടൈപ്സ് ഓഫ് പേഴ്സൺ അൺസൗണ്ട് മൈൻഡ്, ആരൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്. ഡിസ്ക്വാളിഫൈഡ് ആയ ആൾക്കാരുകൾ നമ്മൾ ആരൊക്കെ ഇപ്പോൾ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടുക, PSC എഴുതിയിട്ട് നമുക്ക് ടെസ്റ്റ് എഴുതി കിട്ടി, അങ്ങനെ ഓരോ മേഖലയിൽ ഇപ്പോൾ ഏതെങ്കിലും മേഖലയിലൊക്കെ നമുക്ക് ടെസ്റ്റ് എഴുതി കിട്ടിച്ചെങ്കിൽ ആദ്യം നമ്മൾ അവർ എന്തന്വേഷിക്കും? നമ്മളെ പറ്റിയിട്ട് അന്വേഷിക്കും. കാരണം നമ്മൾ വല്ല കേസിലുള്ളവരോ വല്ല കുറ്റവാളികളോ ഒക്കെ ആണോ നോക്കൂ അല്ലേ.
അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അതിനുള്ള അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ജോലിക്കുള്ള അനുമതി കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ആണോ, ഏതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും കേസുകളിലുള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യം നോക്കൂ അല്ലേ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ആ ജോലിക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് അങ്ങനെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ വിലയിരുത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമ്മൾ ചുരുക്കി പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിനെ ഇത്രയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ആ ചാപ്റ്ററിനെ ഞാൻ ചുരുക്കിയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമാണുള്ളത്. കപ്പാസിറ്റി ഓരോ പാർട്ടീസിൻ്റെയും കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെ പറ്റിയിട്ടാണ്? മൈനേഴ്സിനെ പറ്റി പഠിക്കണം, അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാരെ പറ്റി പഠിക്കണം, ഡിസ്ക്വാളിഫൈഡ് പേഴ്സണെ പറ്റി പഠിക്കണം. ഇതൊക്കെയാണ് നമുക്കതിൽ പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് വളരെയധികം ശ്രദ്ധിക്കുക. The parties who enter into a contract must have the capacity to do so. ഇപ്പം നമ്മൾ ഏതൊക്കെ പാർട്ടീസ് ആയിട്ടുമാണോ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ശ്രദ്ധിക്കുക. ദ പാർട്ടീസ് ഹൂ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ ഏതൊക്കെ പാർട്ടീസാണോ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഹൂ ഹാവ് ദ കപ്പാസിറ്റി ടു ഡു സോ അല്ലേ. അത് ശരിയായ തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണം അല്ലേ. കപ്പാസിറ്റി ഓർ കോമ്പിറ്റൻസ് ഓഫ് ദി പാർട്ടീസ് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ എന്തൊക്കെ വേണം? കപ്പാസിറ്റി വേണം, കോമ്പിറ്റൻസ് പറഞ്ഞാൽ എബിലിറ്റി കേട്ടോ. കോമ്പിറ്റൻസിൻ്റെ അർത്ഥം എബിലിറ്റി. നമുക്ക് കപ്പാസിറ്റി വേണം, അല്ലെങ്കിൽ കപ്പാസിറ്റി തന്നെ കഴിവ്, ചെയ്യാനുള്ള കഴിവ് വേണം. കോമ്പിറ്റൻസ് ഓഫ് ദി പാർട്ടീസ് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. സെക്ഷൻ 10 കണ്ടെയ്നിങ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ വേണ്ട എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്? ഏതൊക്കെയാണ്? all agreements are contract if they are made by the free consent of the parties competent to a contract. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ ഫ്രീ കൺസെൻറ്റ് അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വാട്ട് ഈസ് മെൻ ബൈ ഫ്രീ കൺസെൻറ്റ്? ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് വേണം? അയാളുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം കിട്ടണം. സമ്മതം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അയാളെ നമ്മളെങ്ങനെ കൊയേഷൻ പാടില്ല, മിസ്റെപ്രസെൻറ്റേഷൻ പാടില്ല, ഫ്രോഡ് പാടില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾ കോമ്പിറ്റൻറ്റുമായിരിക്കണം, നല്ല എബിലിറ്റി ഉള്ള ആളുമായിരിക്കണം. അതേമാതിരി ഫ്രീ കൺസെൻറ്റിലൂടെ വേണം എത്താൻ വേണ്ടിയിട്ട്, കോൺട്രാക്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഓൾ അഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദി, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. So an agreement will be contract if it is entered into by parties who are competent to contract. Competent ആയിരിക്കണം. Competent പറഞ്ഞാൽ എബിലിറ്റി, കഴിവുള്ള ആളായിരിക്കണം. അപ്പോൾ ഏത് കോൺട്രാക്റ്റിലാണോ വരുന്നത് വെച്ചെങ്കിൽ അയാൾക്ക് കോമ്പിറ്റൻ്റ് ആയിരിക്കും, കഴിവുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ദി പാർട്ടീസ്, ഒന്നുകൂടിയും പറയാം, ദി പാർട്ടീസ് ഹൂ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് ദി കപ്പാസിറ്റി ടു ഡു സോ. കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ചെയ്യാനുള്ള കഴിവ്. കപ്പാസിറ്റി ഓർ കോമ്പിറ്റൻസ്, കോമ്പിറ്റൻസ് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ദി പാർട്ടീസ് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. അതൊക്കെ നമുക്ക് എസെൻഷ്യലായ അത്യാവശ്യമായതൊന്നാണ്. സെക്ഷൻ 10 കണ്ടെയ്നിങ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് all agreements are contract if they are made by the free consent of the parties competent on a contract. So an agreement will be contract if is entered into by parties who is competent to contract. ഇനി ശ്രദ്ധിക്കുക, അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. സെക്ഷൻ നന്നായി പഠിക്കണം. ഏത് സെക്ഷനിലാണോ ഓരോന്ന് പറയുന്നത്? ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ള സെക്ഷൻ നിർബന്ധമായിട്ടും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. സെക്ഷൻ 11 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, സെക്ഷൻ 11 പ്രകാരം ഡീൽസ് വിത്ത് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടീസ്. കോമ്പിറ്റൻസി പറഞ്ഞത് കഴിവ്, ഓരോ പാർട്ടീസിൻ്റെയും കഴിവ് എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യം സെക്ഷൻ 11 പറയുന്നുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിലെന്താ പറയുന്നത്? എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഇഫ് ഹീ ഹാസ് അറ്റൈൻ ദി, എല്ലാ വ്യക്തികൾക്കും കോമ്പിറ്റൻസി ഉള്ള കഴിവുള്ള ആർക്ക് വേണമെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണോ എബിലിറ്റി ഉള്ളത്, ആർക്കൊക്കെയാണോ കഴിവുള്ളത് വെച്ചെങ്കിൽ അവർക്കൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. പക്ഷെ എന്ത് വേണം?
അറ്റൈൻ ദി ഏജ് ഓഫ് മെജോറിറ്റി പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണോ ഏജ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ലോ, എത്ര ഏജ് ആണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ഏജ് എത്തിയിട്ടുണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ദ ലോ ആൻഡ് ടു വിച്ച് ദ സബ്ജക്റ്റ് ആൻഡ് ഹൂ ഈസ് സൗണ്ട് മൈൻഡ്. പിന്നെ നമ്മൾ നിയമം പറഞ്ഞ ഏജ് എത്തിയിട്ടുണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്. അയാളെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്വാളിഫൈ ചെയ്യരുത്. ഫ്രം കണ്ടെയ്നിങ് ബൈ എനി ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. അപ്പോൾ ഏത് നിയമമായി എങ്ങനെയാണോ നിയമം അനുശാസിക്കുന്നത്, നിയമത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ക്വാളിറ്റീസ് ആണോ ഒരു പാർട്ടിക്ക് വേണ്ടത് വെച്ചെങ്കിൽ ആ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കണം. അയാളെ ഒന്നിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യരുത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ആയിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടി പാടില്ല? കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ സെക്ഷൻ 11ലാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ പറയുന്നത് അല്ലേ. കപ്പാസിറ്റി ഓഫ് പാർട്ടീസിനെ പറ്റി പറയുന്നത് സെക്ഷൻ 11 പ്രകാരമാണ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? സെക്ഷൻ 11 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് ഡീൽസ് വിത്ത് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടീസ്. കോമ്പിറ്റൻസി പറഞ്ഞാൽ കഴിവ്. ഓരോ പാർട്ടീസിനും എത്രത്തോളമാണ് കഴിവുണ്ടാവേണ്ടത് എന്നുള്ള കാര്യം സെക്ഷൻ 11ൽ പറയുന്നുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. അപ്പോൾ ഒരാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇഫ് ഹി ഹാസ് അറ്റൈൻഡ് ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ വിച്ച് ഹി ഈസ് സബ്ജക്റ്റ് ആൻഡ് വിത്ത് എ സൗണ്ട് മൈൻഡ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ? ഏജ് ഓഫ് മെജോറിറ്റി ആയിരിക്കണം. ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത്, നമ്മളൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എത്രയാണോ നിയമം അനുശാസിക്കുന്നത് വെച്ചെങ്കിൽ ആ ഏജ് ആയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് വിച്ച് ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെ ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. അയാളെ നമ്മൾ അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യരുത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Section 11 of the Contract Act, every person who is enter into a contract, he has to attain the age of majority, he is of sound mind and is not disqualified by law. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ പറയാനുള്ളത്. എവറി പേഴ്സൺ ഈസ് ലീഗലി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. ലീഗലി നിയമപ്രകാരം കോമ്പിറ്റൻ്റ് ആണ്, കഴിവുള്ള ആളാണെങ്കിൽ ഇഫ് ഹി ഫുൾഫിൽസ് 3 കണ്ടീഷൻ ഓർ പൊസസ് 3 ക്വാളിഫിക്കേഷൻ. 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 ക്വാളിഫിക്കേഷൻ ആണ് അയാൾക്ക് വേണ്ടത്. നെയ്മിലി ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. അയാളൊക്കെ എന്ത് എത്തിയിട്ടുണ്ടായിരിക്കണം? അറ്റൈൻ കിട്ടി ഏജ് ഓഫ് മെജോറിറ്റി എത്തിയിട്ടുണ്ടായിരിക്കണം. ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്. അയാളെ എന്ത് ചെയ്താൻ പാടില്ല? ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാൻ, നിയമം അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? എവറി പേഴ്സൺ ഈസ് ലീഗലി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. എല്ലാ വ്യക്തികൾക്കും ലീഗലി കോമ്പിറ്റൻ്റ് ആയിരിക്കും, കഴിവുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇഫ് ഹി ഫുൾഫിൽസ് 3 കണ്ടീഷൻ ഓർ പൊസസ് 3 ക്വാളിഫിക്കേഷൻ, 3 ക്വാളിഫിക്കേഷൻസ് ആണ് ഒരാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ വേണ്ടത്. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെച്ചൂറിറ്റി. അയാൾക്ക് ഏജ് ഓഫ് മെച്ചൂറിറ്റി എത്രയാണോ പറയുന്നത് വെച്ചെങ്കിൽ അത് എത്തിയിട്ടുണ്ടായിരിക്കണം. ഹീ ഈസ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഹീ നോട്ട് ഡിസ്ക്വാളിഫൈഡ്. അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്വാളിഫൈ ചെയ്യരുത്. ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക. Thus, the section declares the following person are to be incompetent. കഴിവില്ലാത്തവർ. കോമ്പിറ്റൻറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഇൻകോമ്പിറ്റൻറ്റ്. താഴെ പറയുന്നവരെയാണ് നമ്മൾ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് പറയുന്നത്. ഇൻകോമ്പിറ്റൻറ്റ് ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് താഴെ പറയുന്നവരാണ്. ആരൊക്കെയാണ് ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്? മൈനേഴ്സ്, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ദ സെക്ഷൻ ഡിക്ലെയേഴ്സ് ദാറ്റ് ദ ഫോളോയിങ് പേഴ്സൺ ടു ബി ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് അല്ലേ. താഴെ പറയുന്നവരാണ് ഇൻകോമ്പിറ്റൻറ്റ് എന്ന് നമുക്ക് പറയാനുള്ളത്. ആ ഇൻകോമ്പിറ്റൻറ്റ് ടു എ കോൺട്രാക്റ്റിൽ പറയാനുള്ളവർ ആരൊക്കെയാണ്? മൈനേഴ്സ്. ഫസ്റ്റ് വൺ മൈനേഴ്സ്, സെക്കൻഡ് വൺ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, തേർഡ് വൺ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഇൻ വിച്ച് ദേ ആർ സബ്ജക്റ്റ്. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയും? മൈനേഴ്സ്, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. അങ്ങനെ 3 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് കപ്പാസിറ്റീസിൽ. അപ്പോൾ ഇപ്പോൾ കപ്പാസിറ്റിയിൽ ഇപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പാർട്ടിയുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ട്. ആ കണ്ടീഷൻസൊക്കെ ശരിയായ പാർട്ടീസുമായിട്ട് വേണം നമ്മൾ അറ്റൈൻ ദി ഏജ് ഓഫ് മെജോറിറ്റി. ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, അയാൾ എന്ത് ചെയ്യരുത്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ അല്ലേ. അപ്പം നമ്മളിനി ആരൊക്കെയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, മൈനേഴ്സായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഉള്ളവരായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പാടില്ല, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത്രയാണ് 3 എണ്ണം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ടായി, നമ്മൾ എക്സംഷൻസ് പറഞ്ഞു അല്ലേ. ആദ്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചുരുക്കി പറയാമെന്ന് എടുത്തു വന്നുകൂടി കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷനാണ് പറഞ്ഞത്. നോ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നോ കോൺട്രാക്റ്റ്, അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. പിന്നെ ചില കേസ് അതിന് എക്സംഷൻസ് ആയിട്ട് പറഞ്ഞു, പ്രോമിസ് മെയ്ഡ് ഓൺ നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പിന്നെ എന്താ പറഞ്ഞത് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്, പിന്നെ അഗ്രിമെൻറ്റ് ടു പേ ടൈം ഓഫ് ബാർഡ് ഡെപ്റ്റ് പറഞ്ഞു അല്ലേ, ബാർഡ് ഡെപ്റ്റ് പറഞ്ഞു, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി പറഞ്ഞു, കംപ്ലീറ്റഡ് ഗിഫ്റ്റ് റെമിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോയി. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റൻറ്റ് പറഞ്ഞാൽ കഴിവുണ്ടായിരിക്കണം. പാർട്ടീസുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവരുമായിട്ട് ആ കഴിവുകളുണ്ടായിരിക്കണം. ആ കഴിവുകൾ എന്ന് പറഞ്ഞാൽ അറ്റൈൻ ദി ഏജ് ഓഫ് മെച്ചൂരിറ്റി, പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് ഉള്ളവരായിട്ട് വേണം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, പിന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആരൊക്കെയായിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടാത്തവർ, ആരൊക്കെയായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, മൈനേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഉള്ളവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത്, പിന്നെ എന്താണ് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ, ഏതൊക്കെ ആൾക്കാരെയാണോ കോടതി ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ, നിയമപ്രകാരം ലോ ആരൊക്കെയാണോ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ അവരുമായിട്ടും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.